ബെരാക്ക് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ചില ചോദ്യങ്ങളുടെ സംശയങ്ങളുടെ മറുപടിയായിട്ടാണ് ഇന്ന് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. എന്നോടൊപ്പം ചേരുന്നത് ബ്രദർ ജിജോ. ദൈവഹിതം വിവാഹത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവഹിതമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതെന്നാണ് ബൈബിളിൻ്റെ ഒരു വഴിയിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവഹിതം നടക്കണം. അപ്പോൾ എങ്ങനെയാണ് ഒരു ദൈവഹിതമാണെന്ന് തിരിച്ചറിയുന്നത്? ഇപ്പം ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടിഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മാനറിസങ്ങൾ, അല്ലെങ്കിൽ സൗന്ദര്യം, പണം, വിദ്യാഭ്യാസം, ഇതെല്ലാം നോക്കി എനിക്ക് മനസ്സിൽ ഇഷ്ടം തോന്നിയിട്ട് ഞാനത് പാസ്റ്ററോട് പറയുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കളോട് പറയുന്നു. പിന്നെ എൻ്റെ പ്രാർത്ഥന മുഴുവൻ അങ്ങനെയാവുന്നു. അവസാനം ഞാൻ തന്നെ തീരുമാനിക്കുകയാണ് ഇത് ദൈവഹിതമാണ്. അത് ദൈവഹിതമാണ്. എങ്ങനെയാണ് ദൈവഹിതം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസി ഇൻഡിപെൻഡൻ്റ് അല്ലല്ലോ. ഒരു ചർച്ചുമായിട്ട് കണക്റ്റഡായിട്ട് ജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയിലാണല്ലോ ഒരു വിശ്വാസം ജീവിക്കുന്നത്. അപ്പോൾ ദൈവഹിതം എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ പാഷൻ ഇല്ലാതെ ദൈവത്തോട് ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പാഷൻ എനിക്കുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പെട്ടെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരാളോട് ഇഷ്ടത്തിലാണെങ്കിൽ ആ ഇഷ്ടം ഉള്ള ആളോടൊരു പ്രത്യേക പാഷൻ എന്തായാലും ഉള്ളിൻ്റെ ഉള്ളിൽ കാണും. അപ്പോൾ വേറെ മുഖങ്ങളൊന്നും എൻ്റെ മുമ്പിലേക്ക് വരില്ല ആ സമയത്ത്. അല്ലെങ്കിൽ ഒരു എം ഡി ആയിരിക്കത്തില്ല, ആ സ്പേസ് എം ഡി ആയിരിക്കത്തില്ല. അപ്പോൾ ഒരു ടോട്ടലി ദൈവത്തിൻ്റെ ശബ്ദമെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഗൈഡൻസ് കിട്ടണമെന്നില്ല. അതിനകത്ത് മൈൻഡിൻ്റെ കാൽക്കുലേഷൻസും കൂടെ വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയിലെ എൽഡേഴ്സ് ശുശ്രൂഷകരോട് പോയി പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇതാണ് കണ്ടീഷൻ, ഇത് ശരിക്കും എൻ്റെ പാഷനിൽ തോന്നുന്നതാണോ അത് ദൈവഹിതമാണോ എന്ന് കണ്ടെത്താൻ എന്നെ സഹായിക്കണം. അപ്പോൾ സഭയിൽ ആ ഒരു വെരിഫിക്കേഷൻ അത്യാവശ്യമാണ്. കാരണം ഏത് വിവാഹമായാലും ഇപ്പോൾ ഒരാൾ ദൈവഹിതമാണെന്ന് പറഞ്ഞ് ഇപ്പം പ്രണയമൊന്നുമില്ല, അല്ലെങ്കിൽ അറേഞ്ച്ഡോ അല്ല, ഒന്നുമല്ല, ദൈവഹിതമാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരാൾ തന്നെത്താൻ ഡിറ്റർമിൻ ചെയ്യാൻ പാടില്ല. അത് എപ്പോഴും സഭയിലെ ശുശ്രൂഷകരുമായി ക്രോസ് ചെക്ക് ചെയ്യണം. എൻ്റെ തോന്നൽ ഇത് ദൈവഹിതമാണോ, ഇയാളെ കണ്ടപ്പോൾ എനിക്ക് പ്രണയമൊന്നുമില്ല, ദൈവം എനിക്ക് കാണിച്ചു തരുന്ന പോലെ തോന്നി, ഈസ് ഇറ്റ് റൈറ്റ്? ഇപ്പോൾ ഒരു പാഷനും ഇല്ലയെന്ന് നമുക്ക് തോന്നിയാലും ഈ പാഷൻ ഉള്ളതിനുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാമുകിയായിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോഴേ ചത്തോളാന്ന് പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴാണോ ഡ്രിവൺ ബൈ പാഷൻ വി ആർ നോട്ട് ഡ്രിവൺ ബൈ ദ ഹോളി സ്പിരിറ്റ്. അത് ഡെഡ് സ്റ്റേജാണ്. നമ്മളൊരു ആളോട് പാഷനേറ്റ് ആയി കഴിയുമ്പോൾ വി ബിക്കം സ്പിരിച്വലി ഡെഡ്. ആ മൊമെൻറ്റിൽ എനിക്ക് ദൈവത്തിൻ്റെ ശബ്ദവും പോയിട്ട് ഒരു ശബ്ദവും കേൾക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലവ് ആയിട്ടെന്നും പറഞ്ഞ് കറങ്ങി നടക്കുന്നത് തീർത്തും തെറ്റാണ്. കാരണം അത് ഡെഡ് സ്റ്റേജിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് പ്രഷറാണ്. ആ പ്രഷറാണ് നമ്മളെ ബ്ലൈൻഡ് ആക്കുന്നത്. അപ്പോൾ പ്രണയിച്ച് നടക്കുന്നത് തീർത്തും തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് ചെറുപ്പത്തിലുള്ള പ്രണയങ്ങളൊക്കെ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അത് ഒന്നും ദൈവവചന സപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല. വിവാഹപ്രായമാകുമ്പോൾ നിങ്ങൾക്കൊരാളോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ദൈവത്തിന് മുമ്പിലിരുന്ന്, അത് വളർന്ന് പാഷനായി മാറുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്കത് യെസ്സും തോന്നുവാണെങ്കിൽ ഉടനെ അത് എൽഡർമാരുടെ അടുത്ത്, പാസ്റ്റേഴ്സിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് ഇതിങ്ങനെയാണ്. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാസ്റ്റേഴ്സും എൽഡേഴ്സും ഇവരെ കർത്താവിൻ്റെ ഒരു ഗോഡ്ലി വേയിൽ നടത്താൻ തയ്യാറാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ വേണ്ടി അപ്പോൾ ഈ പെൺകുട്ടിക്ക് പ്രത്യേകിച്ച് ആരോടും പാഷനൊന്നുമില്ല. അപ്പോൾ പെൺകുട്ടിക്ക് ഒരു മിഷണറി ആയിട്ട് പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ വിവാഹാലോചന വരുന്നു. മിഷണറിയായിട്ട് പോകണമെന്ന് ആഗ്രഹം നല്ല ഓൾറെഡി മിഷണറിയാണ്. വിവാഹാലോചന വരുമ്പോൾ പാസ്റ്റർമാർ ഉൾപ്പെടെ എല്ലാവരും, മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവരും പറയും നീ മിഷണറി വേലയ്ക്കൊന്നും പോകണ്ട, ജോലി ചെയ്ത് ജീവിക്കുന്ന ആളെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഇവിടെ പാസ്റ്റർ വർക്ക് ചെയ്യുന്ന ആരെയും കല്യാണം കഴിച്ചു. അപ്പോൾ പാസ്റ്റർമാർ പോലും ഈ ദൈവത്തിൻ്റെ വിളി കാണാത്ത ഒരു കാലമായത്. അപ്പോൾ ദൈവത്തിൻ്റെ വിളി കാണാത്തത് കൊണ്ട് അവർ ബ്ലൈൻഡാണ്. അപ്പോൾ സെറ്റിൽഡ് എല്ലാം സെറ്റിൽഡ് ആകാനുള്ള ഒരു പരാക്രമത്തിലാണ്. അപ്പോൾ ഈ പാസ്റ്റേഴ്സും കർത്താവിൻ്റെ വില്ലിനോട് ബ്ലൈൻഡാണ്. ഞാനിത് പറയുന്നത് കുറച്ച് നാൾ മുമ്പുള്ളൊരു സംഭവമാണ് ഈ പറഞ്ഞത്. അതായത് മിഷണറിയായിട്ട് ഓൾറെഡി പോയ ഒരാളുടെ വിവാഹം ആലോചന വന്നപ്പോൾ ആരുമായിട്ടും പാഷനില്ലാത്ത ഒരു സിറ്റുവേഷൻ അവർ സെറ്റിൽ ചെയ്യിപ്പിക്കാനാണ് ആഗ്രഹിച്ചത്. അതായത് പാസ്റ്റർ ഉൾപ്പെടെ. അപ്പോൾ പാസ്റ്റർ പറയണ്ടേ ഒരു മിഷണറി അല്ലേ എന്ന് പറയണ്ടേ? നോട്ട് പോസിബിൾ. അപ്പോൾ പല സമയത്തും ഈ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാവുന്ന രീതിയിലൊരു പരിജ്ഞാനമുള്ള സഭാ ശുശ്രൂഷകർ, ഇത് ഏത് കുഴഞ്ഞ കേസായാലും ഏത് പ്രശ്നമായാലും ഒരു ചർച്ചിനൊരു ഒരു അക്കാര്യത്തിലൊരു മെച്യൂരിറ്റി ഉണ്ടാകും. അതൊരാളുടെ തീരുമാനം പോലെ പോവുകയും ചെയ്യാൻ പാടില്ല. ആ ചർച്ചിലുള്ള 2, 3, 4 എൽഡർമാർ ആലോചിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ ദൈവഹിതമാണോ
എന്ന് അതിൻ്റെ ഒരു പ്രോസസ്സ് എല്ലാ ചർച്ചിനും ഉണ്ടാകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ എനിക്ക് ദൈവഹിതമാണെന്ന് തോന്നിയെന്ന് പറയുമ്പോഴും ആ മനുഷ്യൻ റെഡി ആയിരിക്കണം ഈ സഭയുടെ അതോറിറ്റിക്ക് കീഴടങ്ങാനും ആ സഭ എന്തു പറയുന്നത് ശ്രദ്ധിക്കാനും. സഭയ്ക്ക് ഇതിന്മേലൊരു ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. കാരണം അവരുടെ ഒരു കുടുംബം എന്ന് പറയുന്നൊരു സഭയിലേക്കാണ് വരുന്നത്. ആ കുടുംബത്തിൻ്റെ സ്പിരിച്വൽ വെൽഫെയർ നാളെ ഇവരെ കൗൺസിൽ ചെയ്യേണ്ടത് ഇവരൊക്കെ തന്നെയാണ്, ഒരു പ്രോബ്ലം ഉണ്ടായാലും. അപ്പോൾ ചർച്ചിനൊരു ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, അതിന് കീഴടങ്ങണം. പിന്നെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് അങ്ങനെ വളരെ പാഷനായിട്ട് ഇരുന്നിട്ട് പോലും എനിക്ക് ദൈവഹിതം മതി എന്ന് പറഞ്ഞ് ഊരിപ്പോയ ആൾക്കാർ എനിക്കറിയാം കൗൺസിലിങ്ങിലൂടെ. അപ്പോൾ അത് എന്താ പറയുന്നത്, ആ ഒരു സബ്മിഷൻ സഭയോട് എൽഡർഷിപ്പിനോട് ഉണ്ടാകണമെന്ന് മാത്രമല്ല. അപ്പോൾ അതിനകത്തൊരു പോയിൻ്റ്, ഈ എൽഡേഴ്സും മച്ചുവറായിരിക്കണം, ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ നടക്കുന്നവരായിരിക്കണം, ലോകത്തെ അതിനായി ഉപേക്ഷിച്ചവരായിരിക്കണം. ലോകത്തെയും ലോകത്തിൻ്റെ മോഹത്തെയും കർത്താവിൻ്റെ നാമം പ്രതി ഉപേക്ഷിച്ച സഹോദരങ്ങൾക്ക് മാത്രമേ ഇക്കാര്യത്തിൽ ഒരു ഡിസ്പാഷനേറ്റ് ആയിട്ട് കർത്താവിൻ്റെ ശബ്ദം അവർക്ക് എന്താണ് എന്ന് ഒരു ഒബ്ജക്റ്റീവ് അനാലിസിസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ലാക്കിങ് ഉണ്ടെന്നുള്ളതും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നോടൊരു പാസ്റ്റർ പറഞ്ഞാണ്, അതാത് ജാതിയിൽ പെട്ടൊരു കല്യാണം കഴിച്ചാലേ ബ്രദറെ ശരിയാവുള്ളൂ. ഞാൻ എന്താ കാര്യം? അതെ, അവർ തമ്മിൽ പിന്നീടൊരു ബന്ധം നന്നായിട്ട് പോകത്തില്ല. കുടുംബങ്ങൾ തമ്മിൽ ഇപ്പം പെൺകുട്ടിയുടെ കുടുംബം ഒരു കാസ്റ്റ്, ആൺകുട്ടിയുടെ കുടുംബം വേറൊരു കാസ്റ്റ്, നാളെ ഒരു പൊതുവായ ഫംഗ്ഷൻ വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ പറഞ്ഞു ഉണ്ടാകട്ടെ. കർത്താവ് കൊണ്ടുവരുന്ന ഐക്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഗ്ലോറിയിൽ നിന്ന് വരുന്നതാണ്, ജാതിയുടെ ഗ്ലോറിയിൽ നിന്ന് വരുന്നതല്ല. ഇപ്പം ലോകം കൊണ്ടുവരുന്ന സമാധാനവും ഐക്യവും അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന സമാധാനവും ഐക്യവുമാണ്, സ്വസ്ഥതയുമാണ്. അത് ഒരിക്കലും ജാതി മതം. അപ്പോൾ ഈ പാസ്റ്റേഴ്സ് ആർ നോട്ട് എക്യുപ്ഡ് ടു ഇൻ്റർപ്രറ്റ് ദ വേർഡ് ഓർ ലീഡ് പീപ്പിൾ ടു ക്രൈസ്റ്റ്. അപ്പോൾ അവരും സോഷ്യൽ സുസ്ഥിതിയാണ് നോക്കുന്നത്, കർത്താവിനല്ല നോക്കുന്നത്, സാമൂഹ്യ സുസ്ഥിതി. പിന്നെ പേരൻസിൻ്റെ പ്രീതി. ഇപ്പോൾ പേരൻസിന് എപ്പോഴും എന്താ ആഗ്രഹം? ഏറ്റവും കൂടുതൽ കാശുള്ള, ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത്, സുഖജീവിതം നയിക്കാൻ പറ്റുന്നൊരു ലൈഫിലേക്ക് ഞാൻ താലോലിച്ച് വളർത്തിയ മകൾ പോകണം. പക്ഷെ കർത്താവിൻ്റെ ഇഷ്ടം ക്രൂശ് ചുമന്ന് ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ കർത്താവിൻ്റെ മരിക്കാനായിരിക്കും, നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ മക്കളോടുള്ള പാഷനും ഭാര്യ ഭർത്താക്കന്മാർ അല്ല കല്യാണം കഴിക്കാവുന്നതിന് മുമ്പ് ഈ ചെറുക്കനും പെണ്ണും തമ്മിലുള്ള പാഷനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഞാൻ എൻ്റെ മകളെക്കുറിച്ച് പാഷനേറ്റ് ആയിട്ടിരിക്കുന്നു, അവളങ്ങനെ സഫർ ചെയ്യാൻ പാടില്ല, ഇവനിങ്ങനെ സഫർ ചെയ്യാം. ആരെ തീരുമാനിക്കുന്നതൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ദൈവനാമത്തെ പ്രതിയാണ് സഫറിങ് എങ്കിൽ, അല്ലാത്ത സഫറിങ്സൊക്കെ വെറുതെ മണ്ടത്തരാണ്. എനിക്ക് പ്രണയത്തിന് വേണ്ടി സഫർ ചെയ്യുന്നത് അതൊക്കെ വെറും മണ്ടത്തരമാണ്, അത് ഹോർമോണലാണ്. ആ ഹോർമോൺ ഇത്തിരി കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ അന്നേരം മനസ്സിലാവും എൻ്റെ ചൂട്. ശരിക്കും കർത്താവിന് വേണ്ടി സഫർ ചെയ്യുന്ന ഒരു സഫറിങ്ങിലോട്ട് പോകാനൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം. നമ്മുടെ പിള്ളേർ ചിലപ്പോൾ നാളെ രക്തസാക്ഷികളാവേണ്ടതായിരിക്കും. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല, ആ ദൈവത്തിൻ്റെ ഹിതം അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് നല്ല കാര്യമാണ്, സ്വർഗ്ഗത്തിൽ പോയി കാണാമല്ലോ. അപ്പോൾ ശരിക്കും നമ്മുടെ പിള്ളേരെക്കുറിച്ച് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഒബ്സഷനും പാഷനും ഈ ദൈവഹിതത്തെ തടയുന്നുണ്ട്. അതും നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കർത്താവിന് മക്കളെ കൊടുത്താൽ അങ്ങ് കൊടുത്തേക്കണം. പക്ഷെ അതിൽ ദൈവഹിതത്തിൽ അവർ നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ സഭയും ശുശ്രൂഷകരും മാതാപിതാക്കളും എല്ലാം ശ്രദ്ധിക്കുകയും വേണം. ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ വിവാഹത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പ്രേമവിവാഹത്തെക്കുറിച്ചും അറേഞ്ച് വിവാഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സമൂഹം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഒരു കൾച്ചറൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു വലിയ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ഇപ്പം കോളേജ് ലൈഫ് ആണെങ്കിൽ ഇപ്പം 30 പേരും 35 പേരുള്ള ക്ലാസ്സിൽ 35 പേർക്കും എന്തുണ്ട്, ഇപ്പോഴത്തെ വാക്കെന്ന് പറഞ്ഞാൽ കമ്മിറ്റഡ് എന്നാണ്. ഞാൻ കമ്മിറ്റഡാണ്. നേരത്തെ പ്രണയവിവാഹം ബ്രേക്കപ്പായി, ഇങ്ങനെയുള്ള വാക്കുകളാണിപ്പോൾ. അപ്പം പലപ്പോഴും ഈ അതിൻ്റെ ഇടയിലൊരു ക്രിസ്തുവിനെ സ്വീകരിച്ച അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവൻ സ്വീകരിച്ച രക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾക്കുള്ള മക്കളും ഈ ഒരു ആവാസ വ്യവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലും ഈ പ്രണയം എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഇടിച്ചു കയറി അവരുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വിവാഹപ്രായമായി നിൽക്കുന്ന സമയത്ത് അവരും ചൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആ ഒരു മാനദണ്ഡം എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ ഒരു മാനദണ്ഡത്തിൻ്റെ ബേസിസിലാണ് അവരും ചൂസ് ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ ഒരു യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു യുവാവ് എന്നെ ഇങ്ങനെ പേഴ്സണലായിട്ട് വിളിച്ച് വളരെ ഓപ്പണായിട്ട് തന്നെ ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. ഈ എനിക്കൊരു കുട്ടിയോട് ഇഷ്ടമുണ്ട്, രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വീണ്ടും ജനിച്ച കുട്ടിയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രേമമാണെങ്കിൽ അത് ദൈവഹിതമല്ല, അത് ശരിയല്ല. പക്ഷേ നമ്മുടെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ ബയോളജിക്കലായിട്ട് നമുക്ക് അങ്ങനെ ഒരു വികാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
പക്ഷേ അങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് ദൈവവുമായിട്ട് ഏകാത്മാവിൽ ഇരിക്കാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഇത് സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള ഒരു ആ സമയത്ത് അങ്ങനെയാണ്. സംഗതി അദ്ദേഹത്തിനില്ല. പക്ഷേ കുറേ നാൾ അദ്ദേഹമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. ഈ ദിവസങ്ങളിൽ വീണ്ടും അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജിയോ ബ്രദറെ, അന്ന് ജിയോ ബ്രദർ പറഞ്ഞ കാര്യം ശരിയാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. കാരണം ഞാനും അങ്ങനെ കമ്മിറ്റഡ് ആയിരുന്നു. അവസാനം അവരുടെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ അത് ബ്രേക്കപ്പായി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഞാൻ ബൈബിൾ വായനയില്ല, ദൈവമായിട്ടുള്ള പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, ഞാൻ വേറെ എയറിലായിരുന്നു എന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇത് സ്വീകരിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു ആ സമയത്ത് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും ഈ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പോകാൻ പലപ്പോഴും ഈ ലോകത്തിൻ്റെ ആവാസ വ്യവസ്ഥ ആ ഒരു സാഹചര്യം നിർബന്ധിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞ ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടുവരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, രക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടാത്ത ഒരു കുട്ടിയെ വിവാഹം കഴിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് പോകാൻ തക്കവണ്ണം ക്രിസ്തു ഒന്നുമല്ലാതായി മാറുന്ന അവസ്ഥ എന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത് വില കൊടുത്ത് ക്രൂശിലി കഷ്ടം മുഴുവൻ അനുഭവിച്ച് ചങ്കിലെ ചോര നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് രക്തം വിയർപ്പ് തുള്ളിയായി മാറി ഈ പങ്കപ്പാടുകളെല്ലാം ഏറ്റ ക്രിസ്തുവിനെ വലിച്ചെറിഞ്ഞിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെ തിരഞ്ഞെടുക്കാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്ന അതിനകത്തുള്ള ആ പൈശാചികതയാണ്. ശരിക്കും പറഞ്ഞാൽ ആ വാക്ക് തന്നെ ഉപയോഗിക്കണമെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ആഗ്രഹിക്കും. അതിനകത്തുള്ള ആ പൈശാചികത, കാരണം ക്രിസ്തുവിനെ നെഗ്ലക്റ്റ് ചെയ്ത് കളയുക എന്ന് പറയുന്നത് അത് തീർത്തും ഈ ഒരു സാഹചര്യത്തിൽ തുറന്നു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ആവാസ വ്യവസ്ഥയിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ തക്കവണ്ണം ഈ സഭയ്ക്കൊരു ഉത്തരവാദിത്വമില്ലേ എന്നെൻ്റെ ചോദ്യം ഇതാണ്. സഭയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് ചോദിക്കുമ്പം ഈ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പാഷൻ ഇല്ലാതായി പോകുന്നതിൻ്റെ കാരണം എന്താണ്? അത് ഉപദേശമില്ലാത്തതുകൊണ്ടാണ്. നമ്മളെപ്പോഴും പറയുന്ന സഭയിൽ ക്രിസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഉപദേശമില്ല. അതുകൊണ്ട് പിള്ളേർ വളർന്നു വരുമ്പം അവർക്ക് കർത്താവിനെ വലിച്ചെറിഞ്ഞിട്ടല്ല പോകുന്നത്. ശരിക്കും കർത്താവ് ഇല്ല, ഓൾറെഡി ഇല്ലാത്ത ആളെ എങ്ങനെയാണ് വലിച്ചെറിയുന്നത്? ഇവർ ബോണഗെയിനായിട്ടുള്ള ഒരാൾക്ക് കർത്താവിനെ വിട്ടിട്ട് പോകുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അവൻ്റെ മൈൻഡ് സമ്മതിക്കത്തില്ല. പക്ഷെ ഇവിടെ നമ്മൾ വലിച്ചെറിഞ്ഞ പോലെ തോന്നുന്നവർ ഒരിക്കലും കർത്താവിൻ്റെ പത്യോപദേശത്തിലേക്ക് അവർ വരുന്നില്ല, അവർ കേൾക്കുന്നില്ല. കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രണയത്തിലോട്ട് എല്ലാവർക്കും ഉണ്ട് ഓരോ ലൈൻ, അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഭാഷ. അപ്പോൾ എനിക്ക് ഓർമ്മ ഇരിക്കട്ടെ എന്ന് പറയുന്നതിനകത്തുള്ളൊരു അപകടമുണ്ട്. ഞാൻ കോളേജ് സമയത്ത് രക്ഷിക്കപ്പെട്ട ഒരാളാണ്. എനിക്കറിയാമായിരുന്നു ഇങ്ങനെയുള്ള പാഷനിൽ ഞാൻ വീണു പോകാതെ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടത് എൻ്റെ ആഗ്രഹം, എൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ ഒരു കാര്യം പറഞ്ഞു, കർത്താവ് എനിക്ക് മെച്യൂരിറ്റിയായി കല്യാണം കഴിക്കാൻ പ്രായമാകുമ്പോഴല്ലാതെ ഞാൻ ഈ സൈഡിലേക്ക് നോക്കാനിട വരരുത്. ആ സമയത്തും അതിന് മുൻപ് ഒരു കാരണവശാലും ഒരു പെൺകുട്ടിയെ പോയി കണ്ടിട്ട്, പെണ്ണ് കാണാൻ പോകുന്ന പരിപാടി ഉണ്ടല്ലോ, പെണ്ണിങ്ങനെ അണിഞ്ഞൊരുങ്ങി വരുന്നു, ചെറുക്കം പോയി നിന്ന് പെണ്ണിനെ കുട്ടിയെ നോക്കി ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന പരിപാടി, ഇതൊക്കെ ഭയങ്കര ഞാൻ അന്നേരം കർത്താവിൻ്റെ കർത്താവ് ഇങ്ങനെ ഒരാളെ പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് നിൻ്റെ ഒരു സൃഷ്ടിയെ റിജക്റ്റ് ചെയ്യാൻ എനിക്ക് ഇട വരരുത്. ഒരാൾ എൻ്റെ ഭാര്യയായിരിക്കാൻ ക്വാളിഫൈഡ് അല്ലാത്തൊരവസ്ഥ വരരുത്. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ ആരെ കല്യാണം കഴിക്കണമെന്ന് കാണിച്ചു തരണം. അയാളെ മാത്രമേ കാണാൻ പോകാൻ പോലും പാടുള്ളൂ. വേറൊരാളോടും പാഷൻ ഇതിനുള്ളിലുണ്ടാകരുത്. ആ ആളോട് മാത്രമേ പാഷൻ ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് എന്നെ ഉപദേശിച്ചാണ് ആൾക്കാർ. അതെനിക്ക് ഭയങ്കര ക്രിസ്തീയമായിട്ട് തോന്നിയൊരു കാര്യമാണ്. അതായത് വെയിറ്റ് അൻറ്റിൽ യു ആർ അറ്റ്ലീസ്റ്റ് 26, 27 മെൻ അല്ല 25 അറ്റ്ലീസ്റ്റ് വിവാഹമായി സെറ്റിലായി ജോലിയായി, അതുവരെ ഈ ചാബല്യങ്ങളുടെ പ്രണയത്തിൽ പോയി വീഴാതെ, എന്നിട്ട് അവിടെ വെച്ച് കർത്താവിൻ്റെ ചോദിക്കുക, കർത്താവേ ഒരാളെ ഞാൻ കണ്ട ആളോട് നോ പറയാനിട വരരുത്. അവിശ്വാസത്തിൻ്റെ പേര് നോ പറയാം. വിശ്വാസിയായ നീ രക്ഷിച്ച, നീ ആ ആൾക്ക് വേണ്ടി മരിച്ചു, രക്തം കൊടുത്ത വീണ്ടെടുത്ത ഒരാളെ ഞാൻ റിജക്റ്റ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ആ വഴിയിൽ ഞാൻ പറഞ്ഞു കമ്മിറ്റ് ചെയ്തു, പ്രേമിച്ചു, വാക്ക് കൊടുത്തു, പിന്നെ ബ്രേക്കപ്പായി, ഇങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് ഒരു വിശ്വാസി ഒരിക്കലും പോകാൻ പാടില്ലാത്തതാണ്. കാരണം ഒരാളൊരു സൃഷ്ടിയെ നോക്കി യു ആർ റിജക്റ്റഡ് എന്ന് പറയുന്നതിന് അവൻ്റെ മൈൻഡ് എന്താണ്? അതിന് കമ്മിറ്റ്മെൻറ്റിലോട്ട് തന്നെ പോകരുത്. കാരണം നമ്മൾ ഈ മണ്ടത്തരത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് ഒരു കാരണവശാലും പോകാൻ പാടില്ലത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പെയിൻഫുള്ളാണ്. ഒരു ചെറുക്കൻ ഒരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്ത് ഞാൻ നിന്നെ കല്യാണം ചെയ്ത് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് കൊടുത്തിട്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നതും അതുകൊണ്ട് വാക്ക് കൊടുക്കാൻ പോകരുത്. ആ വഴിയിലോട്ടേ തിരിയരുത്. വിവാഹത്തിന് വാക്ക് കൊടുക്കുന്നതും
അത് ബ്രേക്ക് ചെയ്യുന്നതും എല്ലാം ലംഘനങ്ങളാണ്. അതുകൊണ്ടൊരു മനുഷ്യൻ മെച്യൂരിറ്റി എത്തുന്നവരെയും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാൻ വാക്ക് കൊടുത്തു പോയി, ഇപ്പം അയാൾ വേറെ ജാതിക്കാരനാണ്, ഇനി എന്ത് ചെയ്യും? ധൈര്യമായിട്ട് ബ്രേക്ക് ആയിക്കോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനേക്കാൾ വലുതായി ഒന്നുമില്ല. ക്രിസ്തു പ്രസാദിക്കാത്ത, ക്രിസ്തു തലയായി വരാത്തൊരു വിവാഹം, അതൊരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അത് വെറും ഈ ഒരു സന്തോഷങ്ങൾക്കുള്ളൊരു ഉപാധി എന്നുള്ളതല്ലാതെ ദൈവത്തിൻ്റെ യാതൊരു പ്രസാദവും അതിന്മേലില്ല. ക്രിസ്തുവിലല്ലാതെ ദൈവം പ്രസാദിക്കുന്നില്ല. അതുകൊണ്ട് വിശ്വാസികളെ തന്നെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരൊറ്റ കണ്ടീഷൻ അതാണ്, വിശ്വാസി തന്നെ ആയിരിക്കട്ടെ. പൗലോസ് പറയുന്നത് വിശ്വാസിയെ ആകാവൂ, അങ്ങനെയാണ്, ഒരു വിശ്വാസിയെ ആകാവൂ. കാരണം അതാണ് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത്, നമ്മുടെ ഏറ്റവും വിലയേറിയ കാര്യം അതാണ്, വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസിയായ ഒരാളെ അല്ലാതെ നമ്മൾ വാക്ക് കൊടുത്തു എന്നുള്ളത് പോലും, അപ്പോൾ വാക്ക് കൊടുക്കുക എന്ന് പറയുന്നതാണ് പാവം. ബ്രേക്ക് ചെയ്യുന്നുള്ളതിനേക്കാളും നമുക്ക് ഉറപ്പില്ലാത്ത, ദൈവം നമ്മോട് പറയാത്ത, നമുക്ക് മെച്യൂരിറ്റി ഇല്ലാത്തൊരു കാലത്ത് കാണുന്ന പിള്ളേർക്കെല്ലാം വാക്ക് കൊടുത്ത് പിന്നെ അതെല്ലാം ബ്രേക്കായി കഴിഞ്ഞാൽ അടുത്ത ചിന്ത എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ടെൻഡൻസി ഇന്ന് ഈ കാലഘട്ടത്തിൽ കാണുന്നത്. അതായത് നമ്മൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ എങ്ങനെയെങ്കിലും മരിക്കണം എന്നുള്ള ചിന്ത അതെവിടെ നിന്ന് വരുന്നു? അത് ഈ വളരെ എന്ന് വെച്ചാൽ ഇമ്മച്ചുവറായിട്ട് ഒരു ശക്തിയില്ലാത്ത, ഒരു നിലപാടില്ലാത്ത ഒരു നിലവാരത്തിലേക്ക് കുഞ്ഞുങ്ങൾ മാറുന്നു. നമുക്ക് ഈ പഴയ കാലത്തേക്കാൾ ഇന്നുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. പണ്ടൊക്കെ ഒരു 100 വർഷം കഴിഞ്ഞാലും ആ ജനറേഷൻ സെയിമായിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. ഇപ്പോൾ മാതാപിതാക്കളുള്ള വലിയപ്പന്മാർ പറയുന്നതും ഈ കൊച്ചുമക്കൾ ചിന്തിക്കുന്നതൊക്കെ ഏകദേശം ഒരുപോലെ. ഇന്ന് 10 വർഷം കഴിഞ്ഞുണ്ടാകുന്ന പിള്ളേരും ഇപ്പോൾ ചിന്തിക്കുന്ന പിള്ളേരും രണ്ടാണ്, അവരുടെ തോട്ട് പ്രോസസ്സ് തന്നെ രണ്ടാണ്. ഇപ്പോൾ നമ്മൾ 90 കിഡ്സ് 2000 കിഡ്സ് എന്നൊക്കെ പറയത്തില്ലേ, ഈ 90s കിഡ്സും 2000 കിഡ്സും ടോട്ടൽ ഡിഫറൻ്റായിട്ട് ചിന്തിക്കുന്നത്. ആ 10 വർഷങ്ങളുണ്ടായ ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഉപദേശിക്കാൻ തക്കവണ്ണമുള്ള എക്യുപ്ഡ് അല്ല ചർച്ചിലെ പാസ്റ്റേഴ്സ് അറ്റ്ലീസ്റ്റ് 2 ജനറേഷൻ പുറകിലാണ്. അപ്പോൾ ഈ പുതിയ ജനറേഷൻ്റെ തോട്ട് പ്രോസസ് എന്തോ നിങ്ങൾക്കറിയില്ല, ഇവരെങ്ങനെ ചിന്തിക്കുന്ന അറിയില്ല. അപ്പം ചർച്ച് ഈസ് ഇൽ-എക്യുപ്ഡ് ത്രൂ സൈക്കോളജിക്കലി ഓർ സ്പിരിച്വലി ഹാൻഡിൽ എനി ഓഫ് ദീസ് പീപ്പിൾ. അപ്പോൾ അതുകൊണ്ട് ഒരു ഉപദേശം കൊടുക്കുക എന്ന് പറയാനും ആരുമില്ല. ഈ പിള്ളേർ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപദേശം കൊടുക്കാനും ആരും ഇന്ന് ചർച്ചകളില്ല. എങ്ങനെ ഇവരെ ട്രെയിൻ ചെയ്തെടുക്കും? ഇറ്റ്സ് എ ഹ്യൂജ് ടാസ്ക് ട്രെയിനിങ് ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദ ലോർഡ്. ഇങ്ങനെയുള്ളൊരു കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? പുതിയ ജനറേഷൻ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം അതിനോട് അവരെ ആ ഒരു തോട്ട് പ്രോസസ്സ് ഈ ബൈബിളിൻ്റെ തോട്ട് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ. ക്രിസ്തു എല്ലാം ആയാൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു തീരുമാനം എടുക്കുന്നൊരു നിലവാരത്തിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മുടെ എല്ലാ ഡിസിഷൻസും എല്ലാ ആഗ്രഹങ്ങളും ക്രിസ്തു സെൻറ്റർ പോയിന്റിൽ നിന്നുകൊണ്ടാകുമ്പോഴാണ് ഒരു വിശദീകരണം നടക്കുന്നത്. അല്ലാത്തൊരൊന്നും ദൈവത്തിന് പ്രസാദമൊന്നുമില്ല. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അവസാനം തല്ലി പിടിച്ചു അങ്ങ് ജീവിച്ചു പോകാമെന്നുള്ളതല്ലാതെ ദർ ഇസ് നോ പ്രസാദം, അതായത് എന്താ പറയുന്നത്, ദർ ഇസ് നോ അപ്രൂവൽ ഫ്രം ഗോഡ്. ഈ പ്രത്യേകിച്ച് ഈ ഒരു ഈ വിവാഹത്തെക്കുറിച്ചുള്ള ഈ ചർച്ച നമ്മളിങ്ങനെ ചെയ്യുമ്പം ചിലപ്പം ചിലർക്കൊക്കെ വിചാരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു മെച്യൂറായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരുടെ ഈ വികാരങ്ങളും വിചാരങ്ങളും അല്ലെങ്കിൽ ഇതൊന്നും അറിയാൻ പാടില്ലാത്ത രണ്ടുപേരിങ്ങനെ ഒരു ചർച്ച ചെയ്യുന്നതായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. എനിക്കപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പലപ്പോഴും വിചാരിക്കും കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ കർത്താവിനെ സ്വീകരിച്ച സമയത്ത് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ കമ്മിറ്റഡ് ആയിരുന്നു. പക്ഷേ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ, ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാമായി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ക്രിസ്തുവിൻ്റെ ജീവനില്ലാത്ത അതെല്ലാം ചത്തതാണെന്നും അത് മരണമുള്ളതാണെന്നും മനസ്സിലാക്കിയപ്പോൾ റിജക്റ്റ് ചെയ്യാൻ പാടുണ്ടായില്ല. അപ്പോൾ ക്രിസ്തു ഉണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ ലൈഫ് ഉണ്ടെങ്കിൽ റിജക്ഷൻ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുന്നത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ ദൈവഹിതത്തെ നമ്മൾ സ്നേഹിക്കുമ്പോഴേ അത് സംഭവിക്കുള്ളൂ. എനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് സ്നേഹം ഉണ്ടാകണം. ദൈവം നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിൽ നടക്കണമേ എന്നുള്ള. ഇപ്പം ആൾക്കാർ വിചാരിക്കും മെച്ചുവറായിട്ടുള്ള 2 ആൾക്കാരിരുന്ന് ഇതൊന്നും വികാരങ്ങളൊന്നും ഇപ്പോൾ ഇല്ലാതെ വികാരങ്ങളൊക്കെ ചത്ത് ചാവാറായ 2 പേരിരുന്ന് പ്രായമായ 2 പേരിരുന്ന് സംസാരിക്കുന്നു എന്ന് വിചാരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ആരെയും കല്യാണം കഴിക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ് അനുവദിക്കുന്നുണ്ട്. നിങ്ങൾ സ്ത്രീയും പുരുഷനും ആയിരിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സഭയിൽ നിന്നുള്ള ശുശ്രൂഷകരായ ഞങ്ങളുടെ ചോദ്യം. അത്രയേ ഉള്ളൂ. നിങ്ങൾ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നില്ല, കർത്താവ് പോട്ടെ എന്നാണെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തീയ വിവാഹം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് മാത്രമാണ് നമ്മൾ
സംസാരിക്കുന്നത്, അല്ലാതെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുകയല്ല ചെയ്യുന്നത്. വി ആർ ഓൺലി ഗിവിങ് ദ ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാരേജ്. അപ്പോൾ ക്രിസ്ത്യൻ മാരേജ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും ആരെ വേണമെങ്കിലും, അതെ, ആർക്കും ആരെ വേണമെങ്കിലും അല്ല, ഓൾറെഡി മരിച്ചു പോവുകയോ ഡൈവോഴ്സ് ആവുകയോ ചെയ്ത് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. അല്ലെ ഇതുവരെ കല്യാണം കഴിക്കാത്തവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീക്കും പുരുഷനും കല്യാണം കഴിക്കാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു തടസ്സമില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ, ക്രിസ്തു നിങ്ങളുടെ തലയാണോ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അടുത്ത വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം എന്ന് പറയുന്നത് ഡൈവോഴ്സിനെ കുറിച്ചാണ്. ഈ എപ്പിസോഡുകളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവഹിതം പ്രകാരമുള്ള കുടുംബജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതായിരുന്നു. ഇപ്പം സഭകളിൽ, പ്രത്യേകിച്ച് ക്രിസ്തീയ സഭകളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഡൈവോഴ്സുകൾ വളരെ അധികം വർദ്ധിക്കുകയാണ്. നമ്മളിപ്പോൾ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണാം, തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചനം ലഭിച്ച, അതെ, വിവാഹമോചിതയായ യുവാവ് അല്ലെങ്കിൽ യുവതി വരനെ അല്ലെങ്കിൽ വധുവിനെ അന്വേഷിക്കുന്നു. അപ്പം ഏതൊക്കെ കാരണത്താൽ നമുക്ക് ഒരു വിവാഹമോചനം സാധ്യമാകും ക്രിസ്തീയ ഒരു ബൈബിൾ പ്രകാരം, തിരുവചന അടിസ്ഥാനത്തിൽ? ഞാനിനി ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ, ഓൾറെഡി വിവാഹം കഴിച്ച് വിവാഹമോചനം നേടി വേറെ വിവാഹം കഴിച്ച ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരെ ഗിൽറ്റ് ഫീലിങ്ങിലൂടെ കടത്തിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇത് കേട്ട് മുതൽ അങ്ങോട്ട്, അതായത് വചനം നിങ്ങൾക്ക് ഇതിനു മുമ്പ് അറിയില്ലായിരുന്നു, ഇപ്പോഴാണിത് കേൾക്കുന്നതെങ്കിൽ ഇപ്പോൾ കേട്ടുകൊള്ളുക. എങ്ങനെയാണ് ഒരു വിവാഹമോചനം നടക്കുന്നത്, നടക്കുമോ, നടക്കാൻ പാടുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണത്താലും വിവാഹമോചനം നടത്തരുത് എന്നുള്ളതാണ് വേദപുസ്തകം പറയുന്നത്. കാരണം വിവാഹം കഴിക്കുമ്പോൾ ഒരു ഭർത്താവ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്തും പെൺകുട്ടി സഭയുടെ സ്ഥാനത്തുമാണ്. അതാണ് എഫെസ്യ ലേഖനം 5 പറയുന്നത്, കർത്താവ് സഭയെ സ്നേഹിച്ച പോലെയാണ്. അപ്പോൾ സഭയെ കർത്താവ് സ്നേഹിക്കുന്നത് അൺകണ്ടീഷണലായിട്ടാണ്. അപ്പോൾ അൺകണ്ടീഷണലായിട്ടുള്ളൊരു സ്നേഹമാണ് വിവാഹത്തിൽ ദൈവം ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഏത് കാരണത്താൽ ഭാര്യയോ ഭർത്താവോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപേക്ഷിക്കുന്നത്, എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയുന്ന കർത്താവിനെ റിജക്റ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഒരു കാരണവശാലും റിജക്റ്റ് ചെയ്യാൻ പാടില്ല എന്നതിന് ദൈവത്തിൻ്റെ പരമമായ ഹിതം. കാരണം മനുഷ്യൻ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്, ദൈവം ഉപേക്ഷണം വെറുക്കുന്നു. ഇത് കൃത്യമായിട്ട് ബൈബിളിലുണ്ട്. ലോകത്തിൽ വേദപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള വിവാഹ നിയമം. വേറെ ഏത് സമൂഹത്തിലും ഡൈവോഴ്സ് ഈസ് പോസിബിൾ, ബട്ട് ക്രിസ്ത്യാനിറ്റിയിൽ പോസിബിൾ അല്ല. അപ്പോൾ ഒരു എക്സ്ക്യൂസ് അതിനകത്ത് അഡൽട്ടറിയാണ്. അഡൽട്ടറി എന്ന് പറയുമ്പോഴും പരസംഗം ഹേതുവായി എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം വല്ല അബദ്ധം പറ്റിപ്പോയതുപോലുമല്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് വ്യഭിചാരത്തിൽ തുടരുന്ന ഒരാൾ വേണമെങ്കിൽ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുത്ത് മാറി താമസിച്ചിട്ട് ആൾ മാനസാന്തരപ്പെട്ട് വരാൻ വേണ്ടി കാത്തിരിക്കാം. കാരണം അൾട്ടിമേറ്റ്ലി ആരാണോ അബദ്ധസഞ്ചാരം, അഗമ്യഗമനം ചെയ്യുന്നത്, അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നേ പറ്റുള്ളല്ലോ. ആ മടങ്ങി വന്നാൽ സ്വീകരിക്കത്തക്ക രീതി, ഇത് കേൾക്കുമ്പോൾ പല ആൾക്കാരുടെ ഉള്ളിൽ ഞാൻ അന്ന് ദേഷ്യം വരും, എന്നെ പറ്റിച്ചിട്ട് പോയോ അങ്ങനെ. മനുഷ്യൻ ശരിയാണ്, അത് കറക്റ്റ്. പക്ഷേ വേദപുസ്തകത്തിലെ ക്ഷമ എന്ന് പറയുന്നത്, ഹോശയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഗോമറിനെ പോലൊരാളെ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കല്യാണം കഴിപ്പിച്ചിട്ട് ദൈവം ആ പ്രോസ്റ്റിറ്റ്യൂട്ടിനോട് ക്ഷമിക്കാൻ ഹോശയെ ട്രെയിൻ ചെയ്യിപ്പിക്കും. കാരണം കർത്താവിൻ്റെ സ്നേഹം അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഡൈവോഴ്സ് ചെയ്യാൻ പെർമിഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ കോൺട്രോൾ ചെയ്തത്, നീ ആരുടെയും കൂടെ പോയാൽ പോക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ബിക്കോസ് നമുക്ക് കർത്താവിന് നമ്മളോടുള്ളതുപോലൊരു ജലസി നമുക്ക് നമ്മുടെ സ്പൗസസിനോട് ഉണ്ടാകണം. വേറെ ആരുമായിട്ടും എന്നോട് മാത്രമായിരിക്കണം ആ പ്രണയം. ഇത് വെളിയിലൊരിടത്തും പോകാൻ പാടില്ല. ഇത് ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമേ പരസ്പര പ്രണയം ഉണ്ടാകാവൂ. ആ പ്രണയം വെളിയിലോട്ട് പോകാൻ പാടില്ല. സ്നേഹം പലതരത്തിലുണ്ടല്ലോ. ഇപ്പോൾ സഹോദരനോട് സ്നേഹമുണ്ട്, മാതാപിതാക്കളുടെ സ്നേഹമുണ്ട്, സഭയിൽ വരുന്ന മറ്റു കൂട്ടു സഹോദരങ്ങളുടെ സ്നേഹമുണ്ട്. അതൊക്കെ അവിടെ ഉള്ളപ്പോഴും ഈ പ്രണയം എപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കണം. അത് വെളിയിൽ പോകാൻ പറ്റത്തില്ല. എനിക്ക് ദൈവം തന്നിരിക്കുന്നയാൾ വേറൊരാളുടെ കൂടെ ആണെങ്കിൽ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാനുള്ള തീർച്ചയായിട്ടും അവകാശമുണ്ട്. ഡൈവോഴ്സ് ചെയ്യാനും അവകാശമുണ്ട്. പക്ഷേ ക്ഷമിക്കാനും അവകാശമുണ്ട്. അവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. എവിടെ സ്വാതന്ത്ര്യം? എൻ്റെ സ്പൗസ് വിവാഹത്തിൽ ഉടമ്പടി ലംഘിച്ച്
അഗമ്യ ഗമനത്തിന് പോവുകയാണെങ്കിൽ, അത് സ്ഥിരമായി മാനസാന്തരമില്ലാതെ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഡൈവോഴ്സ്. ബട്ട് ക്ഷമിക്കാനും അവിടെ ഓപ്ഷനുണ്ട്. അപ്പം ജനറലി ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും പറയുന്നത് എനിക്ക് അയാളുടെ കൂടെ ജീവിക്കുന്ന കംഫർട്ടബിൾ അല്ല, ഞാൻ ഡൈവോഴ്സ്. ഞാൻ കേട്ടതാണ്, ഞാൻ ഈ വീട്ടിലിരുന്ന് കേട്ടതാണ്, ഇവിടെ ഇരുന്ന് ഈ കൗൺസിലിങ്ങിന് ഇവിടെ ഇരുന്ന് കേട്ടതാണ്. അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ അല്ല, ഞാൻ ഇയാളുടെ കൂടെ എനിക്ക് ജീവിക്കത്തില്ല, ഇയാൾ സ്നേഹമില്ല, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പോൾ പെൺപിള്ളേരാണ് കൂടുതൽ ഡൈവോഴ്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. എനിക്ക് അയാളുടെ കൂടെ പറ്റത്തില്ല. അപ്പോൾ ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ ഇന്നത്തെ സമൂഹത്തിന് പറ്റുന്നില്ല. ഒരാൾക്കൊരു പെരുമാറ്റ വൈകല്യമുണ്ടെങ്കിൽ ഉടനെ അയാളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കർത്താവിൻ്റെ സ്നേഹമായിട്ട് ഇതിന് ബന്ധമില്ല. അതുകൊണ്ടാണ് കർത്താവ് ഡൈവോഴ്സിനെ വെറുക്കുന്നു എന്നുള്ളത് പറയുന്നത്. ഡൈവോഴ്സ് ചെയ്യണമെങ്കിൽ അതിന് തക്കതായൊരു കാരണം വേണം. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുരുഷനും സ്ത്രീയും വിവാഹ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മുമ്പിലുള്ളൊരു ഉടമ്പടിയാണ്. അതായത് ഞാൻ ഈ ആളോട് വിശ്വസ്തനായിരിക്കും, അല്ലെങ്കിൽ വിശ്വസ്തയായിരിക്കും മരണം നമ്മെ വേർപിരിക്കുന്നവരെ. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഞാൻ നിനക്ക് ഭാര്യയും ഭർത്താവുമായിരുന്നു, വിശ്വസ്തയായിരുന്നു, മരണം നമ്മെ വേർപിരിക്കുന്നവരെ, അൻഡിൽ ഡെത്ത് ഡു അസ് പാർട്ട്. അതാണ്. അപ്പോൾ കർത്താവിൻ്റെ മുമ്പിലാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ മരണമാണ് ഈ ഉടമ്പടിയെ ബ്രേക്ക് ചെയ്യുന്ന ഒരേ ഒരു സാധനം. അത് ഉടമ്പടിയുടെ കാര്യം പറയുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം. ഉടമ്പടി എന്ന് പറയുന്ന വാക്കാലാണ്, പക്ഷേ അത് കൺസമേറ്റ് ചെയ്യപ്പെടുന്നത് ആ സ്ത്രീയും പുരുഷനും ഒന്നാകുമ്പോഴാണ്. ഈ സ്ത്രീയും പുരുഷനും ശാരീരികമായി ഒന്നായി കഴിഞ്ഞാൽ ഈ ഉടമ്പടിയുടെ പേരിൽ അതിനാണ് വിവാഹം എന്ന് പറയുന്നത്. വിവാഹം എന്ന് പറയുന്നത് ഒത്തിരി പേര് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വിവാഹം കൂടാതെ ബന്ധങ്ങളിൽ കോ ഹാബിറ്റേഷൻ, കോ ലിവിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ലിവിങ് ടുഗദർ. അപ്പോൾ അതൊന്നും വിവാഹമല്ലാത്തതിന് കാരണം ഉടമ്പടി ഇല്ല എന്നുള്ളതാണ്. അതായത് ഇറ്റ്സ് നോട്ട് അണ്ടർ എൻ എഗ്രിമെൻറ്റ്. അതാണ് ഇന്ത്യൻ റൂളും അങ്ങനെയാണ്. ഒരു എഗ്രിമെൻറ്റ് ഒപ്പിടുക, അതിൻ്റെ കീഴിൽ നമ്മൾ ഒരു ഭാര്യ ഭർത്താവാകുന്നത്, ആ ഭാര്യ ഭർത്താവ് ഒന്നിച്ച് ജീവിക്കുമ്പോഴാണ് വിവാഹമാകുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ അത്. അപ്പോൾ ഈ ഉടമ്പടിയും അതിൻ്റെ പുറകെ ഇവർ തമ്മിൽ ഒരു ശാരീരികമായ റിലേഷൻഷിപ്പും ഉണ്ടായെങ്കിൽ ആ വിവാഹം കൺസമേറ്റഡാണ്, ആ വിവാഹം ഈസ് സീൽഡ്. അതേ സമയത്ത് കല്യാണം കഴിച്ചു, ആൾ ഭാര്യയെ സ്വീകരിക്കുന്നില്ല, എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈ ഭാര്യ ഭർത്താവിനെ അപ്പം തന്നെ തള്ളിക്കളയുന്നു. ദറ്റ് മാരേജ് ഈസ് അനവൈലബിൾ. ഇറ്റ്സ് നോട്ട് എ മാരേജ്. അത് വാക്കാലുടമ്പടി മാത്രമാണ്. ഈ വാക്കാലുടമ്പടി അത് റിയലൈസ് ചെയ്യപ്പെടുന്നവർ ഒന്നിച്ച് ജീവിക്കുമ്പോഴാണ്. അപ്പോൾ ആ ഒന്നിച്ച് ജീവിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അവർ ഒന്നായിരിക്കണം, അതിനകത്ത് മാറാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ നിയോഗം. അതാണ് ആദ്യത്തെ നമ്മുടെ ചോദ്യത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നത്. ഡൈവോഴ്സ് ഇത്ര അപകടകരമായൊരു കാര്യമായതുകൊണ്ട് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ഹിതം നോക്കി, ദൈവം പറഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ എന്ത് കഷ്ടം വന്നാലും ദൈവം തന്നതാണ്, ഇതിനെ അതിജീവിക്കാൻ എനിക്ക് പറ്റും എന്നുള്ളൊരു ധൈര്യം ഉള്ളിലുണ്ടാവും. നമ്മുടെ പാഷനുമായിട്ട് പോയി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അയ്യോ മണ്ടത്തരം പറ്റി കർത്താവേ, നിൻ്റെ ഹിതമായിരുന്നോ. ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയായിരുന്നു, വിവാഹമോചനത്തെക്കുറിച്ച്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ ദൈവഹിതം നമ്മുടെ വിവാഹത്തിലും കുടുംബജീവിതത്തിലും ഉണ്ടാകുന്നതിന് ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.